റെഡിയല്ലേ? കുട്ടിപ്പിൻ സംഘം റെഡിയല്ലേ? കഴിഞ്ഞ കളിയിൽ നിങ്ങളെ പഞ്ഞിക്കിട്ട് പോയതാ ഞങ്ങള്. ഇനിയിപ്പൊ നിങ്ങളെ ഗ്രൗണ്ടാന്ന് ഞങ്ങൾക്ക് പ്രശ്നമല്ല. അതൊന്നും രോഹിത്തിന് എത്തിടല്ലേ. നിങ്ങളിപ്പോ എത്രാം സ്ഥാനത്താണ്? 9ാം സ്ഥാനത്ത്. ഞങ്ങൾ നിങ്ങളെക്കാളും മുകളില്. ഞങ്ങൾക്ക് 8 പോയിന്റ് വ്യത്യാസമുണ്ട്. 2 പോയിന്റ് വ്യത്യാസമുണ്ട്. അതാണ് കളിച്ചോ? ആയിക്കോട്ടെ, കളിച്ചില്ലേ? ആയിക്കോട്ടെ. പക്ഷെ പിന്നെ ഇന്നത്തെ വിജയം അത് ഞങ്ങളോടൊപ്പാണ്. അതിനംശമൊന്നുമില്ല. എന്തുകൊണ്ട് പറഞ്ഞാൽ കഴിഞ്ഞ 2 കളി ഞങ്ങൾ ജയിച്ച വരുന്നത്. വീട്ടിനെ ഞങ്ങൾ പൊട്ടിച്ച കണ്ടില്ല. ഞങ്ങള് വീട്ടിനെ തോൽപ്പിച്ച കഴിഞ്ഞ 2 കളി നിങ്ങൾ ജയിച്ചില്ല. അല്ലാതെ ഇപ്പൊ അതിന് മുമ്പത്തെ കളി നിങ്ങളെ പഞ്ഞി കിട്ടിട്ട് പോയില്ലേ? അത് SRHന്റെ ഞങ്ങൾ നിങ്ങളെ തോൽപ്പിച്ചാൽ പോയി. അന്ന് നിങ്ങളെ പഞ്ഞി കിട്ടുക. അതിനുള്ള ഒരു പ്രതികാരം ഇന്ന് തീർക്കണ്ട്. അത് വേറെ കാര്യം. കാരണം ഞങ്ങളെ പ്ലേയേഴ്സ് ഒക്കെ നല്ല ഫോമിലായി കഴിഞ്ഞു. ഞങ്ങളത് മക്ബൂർഗ് സൂപ്പർ അടിയാണ്. സൂപ്പർ അടി. അങ്ങനൊന്നല്ല. മൂപ്പര് അടിക്കും നിന്ന് അടിക്കണം. നല്ല ഇമ്പാക്ട് ഉള്ള റൺ വരും. ആദ്യം കളിച്ചു, പിന്നെ ഒന്ന് ജസ്റ്റ് ഇടായിരുന്നല്ലേ ഉള്ളൂ. പിന്നെ പിന്നെ ഇത് പറഞ്ഞാല് ഇപ്പോ ഞങ്ങളെ പന്ത് ഫോമൊക്കെ എത്തിയില്ലേ? കഴിഞ്ഞ കളിയിൽ കണ്ടില്ലേ? അക്ഷർ പട്ടേൽ ഒരു അടിച്ചു. അക്ഷർ പട്ടേലിന്റെ ഞാൻ പറയണില്ല. അത് എപ്പോഴെങ്കിലും ഒന്ന് പന്തിന്റെ അടിയിൽ നിന്ന് ബൂമറ തീരുമാനം. അതൊക്കെ തോന്നലാണ്. പന്ത് ഫോമൊക്കെ കഴിഞ്ഞു. പിന്നെ സ്റ്റെപ്സിന്റെ അടി കണ്ടില്ലേ? സൂപ്പർ കളിയാണ്. ഈ സ്റ്റെപ്സും മക്ബൂർഗും ഒന്ന് മനസ്സുവെച്ചാൽ തന്നെ നിങ്ങളെക്കാൾ അതോടെ പോട്ടെ. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ ചരിത്രം. ഇപ്രാവശ്യം ഞങ്ങൾ വരുന്നപ്പോ ജയിച്ചിന്റെ കോൺഫിഡൻസിലാണ് ഞങ്ങൾ വരുന്നത്. നിങ്ങളെക്കാൾ മുകളിൽ ഒരു കളിന്റെ ജയത്തിന്റെ കോൺഫിഡൻസ് ഒന്നും വേണ്ട. നിങ്ങളെ കളിക്കാരനെ എത്ര യുദ്ധങ്ങൾ ജയിച്ച രോഹിത് അല്ലേ? T20 സൂപ്പർ ബാറ്റർ സൂര്യ. പിന്നെ ഇഷാൻ കിഷനൊക്കെ ഫോം ആയ പിന്നെ പിടിച്ചാൽ കിട്ടൂല. ഇപ്പൊ കഴിഞ്ഞ കളിയിലും അടിച്ചിട്ടുണ്ട്. എന്നിട്ട് കഴിഞ്ഞ കളി എന്ന് പറയാം രാജസ്ഥാനോട് തോൽക്കാത്ത രാജസ്ഥാനോട് ഇതുവരെ ഫോമാൽ ഇന്ത്യക്ക് ആവശ്യം. അങ്ങനെ കണ്ടാ മതി. ഒരു ടീമിനെതിരെ മൂപ്പര് കളിച്ചില്ല. നിങ്ങളെ ചെണ്ട ബൗളർമാർ കിട്ടിയപ്പോ സൂപ്പർ അടി. പിന്നെ ബാക്കിയുള്ള ഒന്നാണ് കളി തീർത്തു. 9 വിക്കറ്റിനാ തോറ്റ്. രാജസ്ഥാനോട് തോൽക്കലുണ്ട് പലരും, പക്ഷെ ഇങ്ങനെ ഞങ്ങൾക്ക് തോൽക്കാൻ ഒരു കാരണമുണ്ട്. അത് ഞങ്ങൾ എപ്പോഴും ഞങ്ങള് ക്യാപ്റ്റൻ ഒരു കുഴപ്പമുണ്ട്. മൂപ്പര് ബാറ്റ് ചെയ്യണില്ല, മൂപ്പര് ബോൾ ചെയ്യണില്ല, വെറുതെ ഒരു ക്യാപ്റ്റൻ. രോഹിത് അല്ല ഉസാറെ കളി കളിച്ചുമ്പോ കളി ജയിക്കും. ടിപ്സ് വർക്കാകുമ്പോ ടീം ജയിക്കും. കഴിഞ്ഞ കളിയിൽ എന്താ കാണിച്ചത്? കഴിഞ്ഞ കളിയിൽ രോഹിത് കാട്ടാവിടെ ക്യാപ്റ്റൻ പറഞ്ഞില്ലേ? രോഹിത് ചെയ്യുന്നത് ബോണസ് ആണ്. മറ്റൊന്ന് ഉത്തരവാദിത്തം ഉണ്ട്. എന്ത് ഉത്തരവാദിത്തം? രോഹിത് പറഞ്ഞ ബാറ്റ്സ്മാൻ ഒരു ഉത്തരവാദിത്തം ഉണ്ട്. അത് കഴിഞ്ഞാൽ കാണിച്ചോ? അപ്പൊ കഴിഞ്ഞ കുറച്ച് കളിയായിട്ട് മൂപ്പര് മോശമാണ്. അത് വേറെ കാര്യം. ഒരു ഉഷാറുമില്ല. മൂപ്പര് എത്തൊക്കെ കാണിച്ചാണ്ട് 2 ഓവർ ഒന്നാണ്ട് മൂപ്പരണ്ട് പോകുക തന്നെ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ പഴയ ക്യാപ്റ്റന്റെ വലിയ 20 ഓവറിലുള്ളൂ. അത് 2 ഓവർ 3 ഓവർ 4 ഓവർ മൂപ്പര് അടിച്ചു പോകും. എല്ലാതെ അവിടെ വേറെ ചിലവരെ പോലെ അവസാനം വരെ നിന്ന് റണ്ണും ഉണ്ടാവൂല. അതായത് റണ്ണുണ്ടാവും. ഏത് ബോളിന്റെ ഒപ്പം റണ്ണ്. അതിനൊന്നും നമ്മളെ രോഹിത്തിനെ കിട്ടൂല. മൂപ്പര് 10 ബോൾ നിൽക്കണമെങ്കിൽ 30 ഉണ്ടാവും. അല്ലാതെ 40 കൊടുത്ത് 50, 40 കൊടുത്ത് ആ പരിപാടിക്കൊന്നും നമ്മൾ എന്നിട്ട് എന്താണ് കാണിക്കണേ? അതാണ് ഞാൻ പറഞ്ഞത്. ടീം തോൽക്കാണല്ലോ. നിങ്ങൾ ഭയങ്കര ഇമ്പാക്ട് ഉള്ള ഒരു പ്ലെയർ അല്ലേ? എന്നിട്ട് എന്താണ് ക്യാപ്റ്റന്റെ പ്രശ്നം മനസ്സിലാക്കാം. അപ്പൊ ജയിക്കുമ്പോ മാത്രം ഈ ക്യാപ്റ്റന് എവിടെ പോണു? അതാണ്. ജയിക്കുമ്പോ മാത്രം രോഹിത്തിന്റെ ടിപ്സ് കാര്യങ്ങൾ, തോൽക്കുമ്പോ രോഹിത് ഇല്ല. അതായത് മൊത്തത്തിൽ നിങ്ങളെ ടീം ഒന്നുമില്ല. ആകെപ്പാടെ പ്രശ്നത്തിലും ഇതിലൊക്കെ കിടക്കുകയാണ്. എങ്ങനെയോ 1-2 ജയങ്ങളൊക്കെ ജയിച്ചു എന്നല്ലാതെ കഴിഞ്ഞ കളിയിൽ നിങ്ങളെ ടീം പറ്റടി പോയിക്കണ്. ഈ കളിയിലും പറ്റടി മോശമാണ്. അത് എല്ലാവരും തട്ടിച്ചുമ്പോ ഡീസനായിട്ട് തട്ടിച്ചു അങ്ങനല്ല. അങ്ങനെക്കാളും സാറങ്ങളെ തോൽപ്പിച്ചു. ഒരു വട്ടം തോൽപ്പിച്ചു, 2ാമത്തെ വട്ടം ഒന്ന് തോൽപ്പിച്ചു.